സജീവമായിട്ട് ഉണ്ടായിരുന്ന കാലത്ത് VS കേരളീയ സമൂഹത്തിന് നൽകിയ ഒരു ആവേശത്തിൻ്റെ 100 ഇരട്ടിയാണ് ഇപ്പോഴദ്ദേഹം ഇല്ലാത്ത ഈ ദിവസം പോലും ഉണ്ടാവുന്നത്. എഴുത്തുകാരെ വളരെയധികം സഹായിച്ച ഒരു നേതാവായിരുന്നു അദ്ദേഹം. UDF ഗവൺമെൻറ്റിൻ്റെ നിരന്തരമായ അവഗണന കൊണ്ട് നശിച്ചുപോയ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ചത് VS ആണ്. അദ്ദേഹം നൽകിയ വലിയ സാമ്പത്തിക സഹായം കൊണ്ടാണ് ആ പ്രസ്ഥാനത്തിന് പിന്നീട് ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് ഉള്ള വലിയ താല്പര്യം ഇനിയിപ്പോൾ സുജാ സൂസൻ ജോർജ് ഈ സൂര്യനെല്ലി പെൺകുട്ടിക്ക് അദ്ദേഹം സാമ്പത്തിക സഹായം ചെയ്ത് അദ്ദേഹം സ്വന്തം പെൻഷൻ വാങ്ങിയത് സൂക്ഷിച്ചു വെച്ചിരുന്നത് ആ പാവപ്പെട്ട കുട്ടിക്ക് വല്ലാതെ പീഡിപ്പിക്കപ്പെട്ട അത്ര വലിയ സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരു കുടുംബത്തിന് നൽകിക്കൊണ്ട് ഇത് മുത്തച്ഛൻ തന്നതാണ് എന്ന് പറയുന്നത് വാങ്ങിക്കണമെന്ന് പറയുന്നത് നിർബന്ധിക്കുന്ന VSൻ്റെ ഒരു ചിത്രം ഇന്ന് സുജ വരച്ചു വെച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന വേറൊരു കാര്യം, കണിയാപുരം രാമേന്ദ്രൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം കണിയാപുരത്ത് വെച്ച് അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. ആ വേദിയിൽ VM സുധീരനുണ്ടായിരുന്നു, പന്ന്യൻ രവീന്ദ്രനുണ്ടായിരുന്നു, അങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. VSന് ഈ പണം അവാർഡായിട്ട് 50,000 രൂപയോ മറ്റോ കൊടുക്കുക. അപ്പോൾ അന്ന് അവിടെ ആ പ്രദേശത്തു നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ജയിച്ച ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയുണ്ടായിരുന്നു. അവർക്കൊരു മൊമെൻ്റോ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് ഈ അവാർഡ് കിട്ടിയ തുക അങ്ങനെ തന്നെ അവിടെ വെച്ച് VS കൊടുക്കാൻ ഞാൻ സാക്ഷിയാണ്. അപ്പോൾ അത്രമാത്രം പാവങ്ങളോട് ഉള്ള കരുണ അത് അദ്ദേഹത്തിന് പിന്നെ അങ്ങനെ ഉണ്ടാവാൻ കാര്യം യൂണിവേഴ്സിറ്റി തരത്തിലുള്ളൊരു വിദ്യാഭ്യാസം അല്ല, ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പഠിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തുണ്ടായ അനാഥത്വം, എങ്ങനെയാണ് ജീവിതം തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോയത്, അതുപോലെയാണ് എൻ്റെ സഹ മനുഷ്യരും ചെയ്യുന്നതെന്നുള്ള ബോധമാണ് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് വലിയൊരു നേതാവ് പോയ വേദനയുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഞാനൊരു ചാനലിൽ കണ്ടത്, കോടീശ്വരനായ ഒരു പാർട്ടിയുടെ കോടീശ്വരനായ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അന്ത്യമായി കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു എന്നാണ്. അതെങ്ങനെയാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനാവുന്നത്? മനുഷ്യനുള്ള കാലത്തോളം നിലനിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. VSൻ്റെ മരണം പോലും നമ്മളോട് പറയുന്നത് മരണമില്ലാത്ത VSനെ കുറിച്ചാണ്. അപ്പോൾ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊരു പ്രയോഗമേ തെറ്റാണ്. അത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വിവരദോഷികളുടെ അവസാന കണ്ണിയായിരിക്കട്ടെ അദ്ദേഹം എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. വല്ലാതെ സങ്കടം തോന്നിയ ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. തീർച്ചയായും ഇത് തന്നെയാണ് ശ്രീജ. ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകരെല്ലാം തന്നെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയിലാണ്.